ഇല്ല. ഈ അസമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് മുതലാളി ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ വന്ന് എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. കള്ളനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ആൾക്കാർ അവനെ താഴേട്ട് ഓടിക്കുകയാണ്. ഒരു ഇടി കൊള്ളാനുള്ള ശേഷി പോലും അവനില്ല. അവര് ചീശുവാണ്. അളിയാ, പൊന്നളിയാ, ഇവനെ താഴെയിടണം. ഞാൻ ഇവനെ വെട്ടിക്കീറട്ടെ. ഞാൻ വിറകോ മറ്റോ ആണോ വെട്ടിക്കീറാൻ? താഴെ ഇടല്ലേ താഴെ. ഞാനിവന് മീൻ അരിയുന്ന പോലെ അരിയട്ടെ. അയ്യോ, ഈ ബദലാളി അതും ചെയ്യും, അവനപ്പുറം ചെയ്യും. നീയും കൂടെ ഉണ്ടില്ലേടാ? അതെ മോളെ, ഇവൻ നിന്റെ മുറിയിൽ കയറി ആഭരണങ്ങൾ വല്ലതും മോഷിച്ചോ? ഛേ, വേറെ വല്ലതും പറ മുതലാളി. ആർക്ക് വേണം നിങ്ങളുടെ പന്ന ആഭരണം? ഡാഡി, ഇവര് മോഷ്ടിക്കാൻ വന്നതല്ല. ഫാക്ടറിയിലെ നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങിയില്ലെന്ന് ഡാഡിയെ കണ്ട് പറയാൻ വന്നതാണ്. ഓ സോറി, ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെ ഇടയ്ക്ക് ടീപ്പിയുടെ പറയാൻ മറന്നു. എന്നാ നേരത്തെ പറഞ്ഞ് തുറച്ചുകൂടായിരുന്നോ? കുറുക്കന്മാരെ, ഫാക്ടറിയുടെ ജനൽ പൊളിച്ചു. അതവിടെ ഭദ്രമായി വെച്ചിട്ടുണ്ട്. രാവിലെ പോയി ഫിറ്റ് ചെയ്യാം. പാലിൽ വെള്ളം ചേർത്തവനെ ശിക്ഷിച്ചു. അവനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പാല് വെള്ളം അല്ലാതെ പിന്നെ തേൻ ചേർക്കാൻ പറ്റുമോ? ചേടാ, ഈ നാട്ടിൽ ഒന്നും ചെയ്ത് ജീവിക്കാൻ വയ്യുന്നായല്ലോ. ആവശ്യമുണ്ട്. സമർത്ഥനായ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. പൊതുജനത്തിന്റെ നെഞ്ചത്തൂടി കാർ ഓടിച്ച് കയറ്റി കൊല്ലുന്ന വല്ല മന്ത്രിമാരുടെയും ഡ്രൈവർമാരെ ആയിരിക്കും ആവശ്യം. ഇവർക്ക് ആളെ കൊല്ലാത്ത ഡ്രൈവറെ ആവശ്യം. ഇറങ്ങേണ്ടതാണ്. കാറിന്റെ മുകളിലൂടെ കയറിയിരിക്കുന്നത്. അയ്യോ അണ്ണാ, ചൂടാകാ. അണ്ണന് പറ്റിയ ഒരു കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? ആവശ്യമുണ്ട്. 25 വർഷം അംബാസഡർ കാർ ഓട്ടിച്ച് പരിചയമുള്ളതും രവി എന്ന് പേരുമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട്. ശമ്പളവും കിമ്പളവും ഡ്രൈവറുടെ ഇഷ്ടാനുസരണം നിശ്ചയിക്കാം. ഇഷ്ടമുള്ളപ്പോ ജോലി ചെയ്താൽ മതി. ഉടനെ അപേക്ഷിക്കാം. ഇതെന്ത് പരസ്യമേടാ? ഇങ്ങനെയും പരസ്യമുണ്ടോ? അണ്ണാ, അണ്ണ ഈ ജോലിക്ക് അപേക്ഷിക്കണ്ട, അണ്ണൻ പോവുകയും വേണ്ട. നീ പോറാ. എനിക്കൊരു നല്ല കാര്യം വരുന്നത് എന്റെ അടുത്ത് സഹിക്കുന്നില്ലേ? ആ പേപ്പർ കൊണ്ടോ. ഇന്ന് തന്നെ ഞാൻ ഈ ജോലിക്ക് അപേക്ഷിക്കും. എന്റെ ഭഗവാനെ, എന്റെ കഷ്ടകാലം ഇന്നത്തോടുകൂടി അവസാനിക്കണേ. ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ. എന്റെ പഴവങ്ങാടി ഗണപതി, ആറ്റുകാലമ്മേ, കൊഞ്ചരവള ഭഗവതി, സ്വാമിയേ ശരണമയ്യപ്പോ. ശരു, എനിക്ക് നാളെ രാവിലെ തിരുവനന്തപുരം വരെ പോകണം. 12-ാം തീയതി ഗൾഫിലേക്ക് പോകേണ്ടതല്ലേ? എയർ ടിക്കറ്റിന്റെ കാര്യം ശരിപ്പെടുത്താനുണ്ട്. എത്ര നാളാണ് നിങ്ങൾ അവിടെയും ഞാനും കുഞ്ഞും ഇവിടെയുമായി കഴിയുക? ഞാനും നിങ്ങളുടെ കൂടെ ഗൾഫിലേക്ക് വരട്ടെ. എന്തിന്? നിനക്ക് വേറെ ജോലിയില്ലേ? ഞാൻ പണം ഉണ്ടാക്കാൻ പോവുക. നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. എന്നെ കല്യാണം കഴിച്ച് ഞാൻ ഗർഭിണിയായപ്പോൾ രാമേട്ടൻ ഗൾഫിൽ പോയതാ. പിന്നെ ഈ കുഞ്ഞ് ജനിച്ച് ഇവൾക്ക് ഇത്രയും പ്രായമായപ്പോഴാണ് ചേട്ടൻ എന്നെയും കുഞ്ഞിനെയും കാണാനെത്തിയത്. ഉടനെ ചേട്ടൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചേട്ടന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ? മതി മതി, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോ മാത്രം മതി. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന് വിമാനം ഇറങ്ങിയപ്പോൾ ഇതാണ് മോളെ നിന്റെ അച്ഛനെന്നും പറഞ്ഞ് ചേട്ടനെ സ്വന്തം കുഞ്ഞിന് പരിചയപ്പെടുത്തേണ്ട ഗതികേടാണ് എനിക്കുണ്ടായത്. ചേട്ടനേക്കാൾ ഈ കുഞ്ഞിന് ഇഷ്ടം ചേട്ടൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളോടും ഉടുപ്പിനോടുമാണ്. ചേട്ടാ, പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് സ്നേഹം. സ്നേഹവും വാത്സല്യവും അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂ. ആവശ്യത്തിനും അതിലധികവും പണം ചേട്ടൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മതി. ചേട്ടൻ ഇവിടെ നിൽക്ക്. നമുക്കൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. എടീ, നീ എന്നെ ഭരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ മതി. മോളെ, മോളെ, എന്താ മോളെ? രാമു, രാമു, എന്താ മാവാ? ഇതിനെന്തിനാണ് കഴിയുന്നത്? എടാ, ഇവിടെ ഇങ്ങനെ കരയിക്കാനല്ല ഞാൻ നിനക്ക് പോകാൻ കഴിച്ചു വന്നത്. ഇവിടെ ചേട്ടന്റെ മോളാ. കുഞ്ഞുനാളിലെ അവളെ അച്ഛനും അമ്മയും മരിച്ചു. പക്ഷെ എന്റെ സ്വന്തം മോളെപ്പോഴാണ് ഞാൻ ഇവിടെ വളർത്തുന്നത്. ഇവളുടെ ഒഴുകുവിന്റെ കണ്ണുനീര് വീട്ടിൽ വീഴരുന്ന് എനിക്ക് നിർബന്ധമാണ്. നീ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ.
നീ സന്തോഷമായിട്ട് ഇവിടെ കൊണ്ടു നടക്കുമെന്ന് കരുതിയാണ് ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നത്. ഇപ്പൊ എന്റെ മോള് എന്റെ മുമ്പിൽ നിന്ന് കരയാണ്. ഞാൻ എങ്ങനെ സഹിക്കുവാ? അമ്മാവൻ കാര്യം അറിയാതെയാണ് എന്നെ വഴക്ക് പറയുന്നത്. ഞാൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയത് മതിയെന്നാണ് ഇവള് പറയുന്നത്. ഞാൻ ഇവിടെ നിന്നാ മതിയെന്ന്. നീ എങ്ങനെ പറഞ്ഞോടി മോളെ? പറഞ്ഞു വിളിച്ച രാമു, നീ ഇവിടെ തല്ലിയോടാ? ഇല്ലമ്മാവ. എന്നോട് തല്ലിയില്ല. ഗൾഫിൽ പോകണ്ട, അങ്ങനെ പണം ഉണ്ടാക്കണ്ട എന്നൊരു ഭാര്യ പറഞ്ഞാൽ ഇക്കാലത്ത് ഏതെങ്കിലും ഭർത്താവ് സഹിക്കുമോ? അത് പറഞ്ഞല്ലേ ഇവിടെ ചെറുകുറ്റിക്കായിട്ട് കൊടുക്കാൻ വരുന്നില്ലേ? രാമു, എടാ മോനെ, നിന്റെ ക്ഷമ അപാരം തന്നെടാ. നീ പോയി റെസ്റ്റ് എടുക്ക. ഷാരു, ഞാൻ ഇത്രയും കാലം നിന്നെ വളർത്തിയിട്ടും നീ എന്നിൽ നിന്നും പഠിച്ച ഇതാണോ? പണം ഉണ്ടാക്കാൻ ഗൾഫിലേക്ക് പോകണ്ടെന്ന് ഞാൻ എന്തായി കേൾക്കുന്നത്? എനിക്കൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്തംഭിച്ച് ഞാൻ മരിച്ചു പോയാൻ. എന്റെ ഡാഡിക്ക് അതില്ലാത്തത് ഭാഗ്യം. കറക്റ്റ്, അക്ഷരം പ്രതി കറക്റ്റ്. വെരി വെരി ഡാഡി, ചേച്ചി ചേട്ടനോട് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഡാഡി, ഈ നാട്ടിലുള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ ശബ്ദമാണിത്. സ്ത്രീധനം വാങ്ങി കല്യാണവും കഴിച്ച് പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് എല്ലാ ചെറുപ്പക്കാരും ഗൾഫിലേക്ക്. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന്റെ തലേ ദിവസമാണ് താലികെട്ട്. എന്നിട്ട് പെട്ടിയും എടുത്ത് എയർപോർട്ടിലേക്ക് ഒരു ഒറ്റ ഓട്ടമാണ്. പാവം പെണ്ണ് അവന്റെ തിരിച്ചുവരവും കാത്ത് വർഷങ്ങളോളം വഴിക്കണ്ണുമായി അവന് വേണ്ടി കാത്തിരിക്കണം. വിവാഹമോചനം ചെയ്തിട്ട് പോകുന്നതിനേക്കാൾ കഷ്ടമല്ലേ ഡാഡി ഇത്? പണം ഉണ്ടാക്കാനാണ് മോഹമെങ്കിൽ പണം ഉണ്ടാക്കി വന്നിട്ട് കല്യാണം കഴിച്ചൂടെ ഈ കൂട്ടർക്ക്? ഗൾഫിൽ നിന്നും കുറച്ച് സ്പ്രേയും സാരിയും പൗഡറും കൊണ്ടുവന്ന് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊടുത്താൽ ജീവിതമാകുമോ? 25,000 30,000 കൊടുത്ത് NOC വാങ്ങി ഗൾഫിൽ പോയി ചുമട്ടു ജോലിയും അറബിയുടെ തെറിയും കേട്ട് അടിമപ്പണി ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ആ കാശുകൊണ്ട് ഇവിടെ ഒരു മുറുക്കാൻ കടയോ ബാർബർ ഷോപ്പോ തുറന്ന് ഭാര്യയും കുഞ്ഞുങ്ങളുമായി കഞ്ഞിയും കുടിച്ച് സന്തോഷമായി ജീവിക്കുന്നത്? 5-6 വർഷം കൂടുമ്പോഴാണ് ഭർത്താവ് അവധിക്ക് വരുന്നത്. അങ്ങനെ 5-6 അവധി കഴിയുമ്പോൾ ഭാര്യ വൃത്തിയായിരിക്കും. ഇവര് പണം ഉണ്ടാക്കി ഭാര്യയെ സംരക്ഷിക്കുകയല്ലേ ഡാഡി ചെയ്യുന്നത്? പണം ഉണ്ടാക്കാൻ വേണ്ടി സ്ത്രീയുടെ ജീവിതം കുരുതി കൊടുക്കുകയാണ്. ശരിയാണ് മോളെ, നീ പറഞ്ഞ നല്ലൊരു ആദർശമാണ്. പ്രസംഗിക്കാൻ കൊള്ളാം, വേണമെങ്കിൽ കൈ അടിക്കാൻ ഞാനും വരാം. പക്ഷെ ജീവിതത്തിന് അത് പ്രയോജനപ്പെടുകയില്ല. ഇങ്ങോട്ട് നോക്ക്, ജീവിക്കണമെങ്കിലേ കൊച്ചിരാമം വേണം. എന്റെ മോളാണ്, പാവം പെണ്ണ്. ജീവിതത്തിന്റെ വില എന്താണെന്ന് അവർക്കറിയില്ല. നിങ്ങളോട് ക്ഷമിക്കണമേ. പണത്തിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിനിമ കാണാൻ പണം വേണ്ടേ? പണം കൊടുത്ത് ടിക്കറ്റ് എടുത്തല്ലേ നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? എന്റെ ആദർശം ആളെ കൊന്നിട്ടെങ്കിലും പണം ഉണ്ടാക്കണം. മുതലാളി, എനിക്ക് ജോലി കിട്ടി മുതലാളി. നിനക്കത് കിട്ടിയോ? കിട്ടി മുതലാളി. നീ അത് പോകുന്നുണ്ടോ? പോകുന്നു മുതലാളി. എടാ രവി, നിനക്കിവിടെ എന്തിന്റെ കുറവ്? ശമ്പളത്തിന്റെ കുറവ്. എനിക്കവിടെ ഒരുപാട് കാശ് കിട്ടും. എടാ കുഞ്ഞേ, നിനക്ക് ശമ്പളം കൂട്ടി തന്നെ നിന്നെ വഷളാക്കാൻ ഈ രാജ്യത്ത്